ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിനിധിതല യോഗത്തോടെ ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചു. ഭാവി സഹകരണത്തിനുള്ള പദ്ധതികൾ വിവരിക്കുന്ന രേഖകൾ ഇരു രാജ്യങ്ങളും കൈമാറി. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഫിൻടെക്, ഊർജ്ജം, സംസ്കാരം, ജനങ്ങളുമായുള്ള ബന്ധം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ നടന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള പ്രതിബദ്ധത നേതാക്കൾ പ്രകടിപ്പിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നാണ് UAEയിൽ എത്തിയത്. നാളെ ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. അബുദാബിയിൽ നിർമ്മിച്ച ഹിന്ദു ക്ഷേത്രമായ സ്വാമി നാരായൺ സൻസ്ഥ ബാബ്സ് മന്ദിർ ശ്രീ മോദി നാളെ ഉദ്ഘാടനം ചെയ്യും. അബുദാബിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അഹ്ലാൻ മോദി പരിപാടിയിലൂടെ UAEയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. 60,000-ലേറെ ജനങ്ങളാണ് പരിപാടിക്കായി എത്തിച്ചേർന്നിരിക്കുന്നത്. സാംസ്കാരിക പരിപാടികളും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. UAE സന്ദർശനത്തിനു ശേഷം നാളെ ഖത്തറിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തും. 2024 ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ 9ാമത് ഗവൺമെന്റ് ടെക് പുരസ്കാരം ഇന്ത്യയ്ക്ക്. ക്രിയാത്മകവും നൂതനവുമായ പരിഹാരങ്ങൾക്കുള്ള AI പവേർഡ് ഗവൺമെന്റ് സർവീസസ് എന്ന വിഭാഗത്തിലാണ് ഇന്ത്യയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. റോഡ് സുരക്ഷാ വെല്ലുവിളികളെ മുൻകൂട്ടി നേരിടാൻ നിർമ്മിത ബുദ്ധിയുടെ പ്രവചനശക്തി പ്രയോജനപ്പെടുത്തുന്ന ഐ-രാസ്തെ എന്നറിയപ്പെടുന്ന പദ്ധതിക്കായി ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രാലയം നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം. ഗതാഗത സംവിധാനങ്ങളിലെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനും ഐ-രാസ്തെ ലക്ഷ്യമിടുന്നു. കർഷകർ പുതിയ ആവശ്യങ്ങൾ ദിനംപ്രതി ഉന്നയിക്കുന്നതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ആക്രമണങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഡൽഹി ചലോ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ എത്തിയ കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. ഹരിയാനയിലേക്ക് കടക്കാതിരിക്കാനുള്ള പ്രതിരോധ മാർഗമായാണ് പോലീസിന്റെ നടപടി. ഇതിനെ തുടർന്ന് കർഷകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. ഇത് പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ദേശീയ തലസ്ഥാനത്തേക്കുള്ള കർഷക പ്രതിഷേധ മാർച്ച് തടയാൻ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനും പഞ്ചാബ് ഹരിയാന ഡൽഹി സർക്കാരുകൾക്കും നോട്ടീസ് അയച്ചു. വിഷയത്തിൽ അടുത്ത വാദം കേൾക്കുന്ന ഫെബ്രുവരി 15-നകം മറുപടി നൽകണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. തർക്കം രമ്യമായി പരിഹരിക്കാനും കർഷകർക്ക് പ്രതിഷേധം നടത്താനുള്ള സ്ഥലങ്ങൾ തീരുമാനിക്കാനും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ വിഷയം നാളെ ന്യൂഡൽഹിയിൽ ചർച്ച ചെയ്യും. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ച് കേരളത്തിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കേന്ദ്ര തീരുമാനം അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത്. സിവിൽ സപ്ലൈസ് കേന്ദ്രങ്ങളിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ നിന്നും ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് ഷാഫി പറമ്പിലാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷത്തിന്റേത് സപ്ലൈകോയെ തകർക്കുന്ന നിലപാടല്ലെന്നും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സപ്ലൈകോയെ ഒരിക്കലും സർക്കാർ കൈവിടില്ലെന്നും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി മത്സരം പുരോഗമിക്കുന്നു. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് 2024 മലേഷ്യയിലെ ഷാ അലമിൽ ആരംഭിച്ചു. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഈ മാസം 18-ന് സമാപിക്കും. പുരുഷ ടീം ഇനത്തിൽ നാളെ ഹോങ്കോങ്ങിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ചാമ്പ്യൻഷിപ്പിലെ വിജയികൾ ഏപ്രിൽ 28 മുതൽ മെയ് 5 വരെ ചൈനയിൽ നടക്കാനിരിക്കുന്ന ബാഡ്മിന്റൺ ലോക പുരുഷ വനിതാ ടീം ചാമ്പ്യൻഷിപ്പായ തോമസ് യൂബർ കപ്പുകൾക്കുള്ള യോഗ്യത നേടും. കരസേനയിലേക്കുള്ള അഗ്നിവീർ തിരഞ്ഞെടുപ്പിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 തെക്കൻ ജില്ലകളിലെ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 21 വരെ ഇതിനായി അപേക്ഷിക്കാം. ഓൺലൈൻ പരീക്ഷ, റിക്രൂട്ട്മെന്റ് റാലി എന്നിവയിലൂടെ 2 ഘട്ടങ്ങളിലായാണ് നിയമന പ്രക്രിയ നടക്കുക. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ 2ാം ഘട്ട പര്യടനം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. തിരുവനന്തപുരത്തെ കണ്ണമൂല, ഞാണ്ടൂർക്കോണം എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ പര്യടനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മായനാട്, കോട്ടൂളി എന്നിവിടങ്ങളിലാണ് യാത്ര ഇന്നെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.